അപകട സാധ്യത മേഖലയെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ കണ്ടെത്തിയ സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. മല തുരന്നാണ് സ്ഥലത്തെ ദേശീയപാത വികസനം. മണ്ണിടിച്ചിൽ തടയുന്നതിനായി സോയിൽ നെയിലിംഗ് നടത്തിയ സ്ഥലത്താണ് അപകടമെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളും ആശങ്കയിലാണ്. നമുക്ക് ഉറപ്പ് തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് ഭിത്തി കെട്ടുമെന്ന്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു കാര്യം നടന്നിട്ടുമില്ല. അത് ചെയ്യാനുള്ള 1 വർഷമായി. ഇപ്പോൾ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വീണ്ടും ഇടിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ആൾക്കാർ ഇല്ലാത്തത് രക്ഷപ്പെട്ട്, ഇത് വണ്ടിയെല്ലാം രക്ഷപ്പെട്ട് എന്തോ നമ്മളെല്ലാം ഭാഗ്യമാണ്. കാരണം ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ട്. ബസ് സ്റ്റോപ്പിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. യാത്രക്കാർ നിമിഷങ്ങൾക്ക് മുൻപ് ബസ് കയറിപ്പോയതിനാൽ വൻ അപകടം ഒഴിവായി. ബസ്സിന് ആൾക്കാർ കാത്തുനിന്നുണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബസ് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. അതിൻ്റെ ഇടയ്ക്കുന്നൊരു കാറുണ്ട്, ആ കാറാലും പറഞ്ഞത് അതിൻ്റെ അകത്ത് ആരും ഇല്ല എന്നുള്ളത്. നേരത്തെ ഇവിടെ ഇറ്റാച്ചി വന്ന് തോണ്ടി നോക്കി, ആരുമില്ല. ഭാഗികമായാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മഴ മാറാതെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയില്ല. സോയിൽ നെയിലിംഗ് പരാജയപ്പെട്ടതോടെ മേഖലയിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ. ഇവിടെ ചെയ്തിരിക്കുന്നത് സോയിൽ നെയിലിംഗ്, അത് പരാജയപ്പെട്ടു എന്ന് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇതൊന്ന് NHA ടീം ഒന്ന് ഇവിടെ പരിശോധിച്ചിട്ട് ചെയ്യാൻ പറയാം. ഇതിനകം നിരവധി പരാതികൾ ഉയർന്ന മേഗാ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് സ്ട്രെച്ചിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത്. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിൽ ആശങ്കയ്ക്കൊപ്പം നിർമ്മാണത്തിലെ അപാകതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.